ദ വേ ടു സക്സസ് 0-100% എന്ന നമ്മുടെ പോഡ്കാസ്റ്റ് സീരീസിൻ്റെ 2025 രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Less is more. Charging your electric BMW just up to 80% is recommended and helps to keep your high voltage battery healthy. Open the charging settings on the control display and set the charging target to 80%. Of course, you can also use the My BMW app. You'll get further faster and your battery stays fit longer. Continue watching our how-to series to get the most out of your BMW. നമ്മുടെ 2025 ഒരു കോമൺ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ വർഷം ആദ്യം പറഞ്ഞ പോലെ തന്നെ മെഷറബിൾ സക്സസ് എന്നതാണ് നമ്മുടെ ഒരു കോമൺ ടോപ്പിക്. അതിൽ നമ്മളിപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ആണ്, പക്ഷേ ഒരു എൻ്റർപ്രണർ സിസ്റ്റം അല്ല. പകരം ഒരു എൻ്റർപ്രണർ എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ഒരു ക്യാപ്റ്റനെന്നോ അല്ലെങ്കിൽ അയാളാണ് വിഷണറി ആയിട്ടുള്ള ഒരാൾ. അയാൾക്ക് ബിസിനസ്സുകാരൻ എന്ന പേര് തീർത്തും ചേരില്ല എന്ന് ഞാൻ പറയും. എൻ്റർപ്രണർക്ക് വിഷണറി ആയേ പറ്റൂ, അല്ലെങ്കിൽ അയാളുടെ വിഷനാണ് അയാളുടെ ടൈറ്റിൽ, അല്ലെങ്കിൽ അതാണ് അയാളുടെ വിഷനാണ്. ഒരു ബിസിനസ്മാൻ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ആവണമെന്നില്ല. ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസി മാൻ അല്ലേ, എന്തിനോ വേണ്ടിയിട്ട് എന്തിനോ ബിസി ആയിരിക്കുന്ന ഒരാൾ. അത് പണമുണ്ടാക്കാനാവാം, മറ്റെന്തെങ്കിലും ആവാം. അതിനെ നമുക്കൊരു ഗോൾ എന്ന നിലയ്ക്ക് മണി മേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു എൻ്റർപ്രണർ ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ബിസിനസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ എൻ്റർപ്രണർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ഷിപ്പ് മാത്രമാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒരു ഷിപ്പ് യാത്ര തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മൈല് നമ്മുടെ ഷിപ്പ് പാസ് ചെയ്യുമ്പോഴും നമ്മൾ ചില അടയാളങ്ങൾ ഇട്ടു പോകാറുണ്ട്. നമ്മുടെ റോഡിലൊക്കെ നമ്മൾ എടുത്ത പോലെയുള്ള നാഴികക്കല്ലുകൾ നമ്മൾ പറയും. അപ്പോൾ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ വിഷൻ ഏതൊക്കെ പോയിന്റിലാണോ എത്തുന്നത് അവിടെ നമ്മളിടുന്ന ഓരോ നാഴികക്കല്ലുകളുണ്ട്, അതായത് മൈൽ സ്റ്റോൺ. ആ മൈൽ സ്റ്റോണുകളുടെ മൊത്തത്തിലായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആ മൈൽ സ്റ്റോണുകളെ ഓരോന്നിനെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെഷറബിൾ സക്സസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. ഒന്ന്, ഒരു എൻ്റർപ്രണർ വിഷണറി ആയിരിക്കണം. എന്തുകൊണ്ട്? അല്ലെങ്കിൽ വിഷണറി ആയിട്ടുള്ള ആൾ എങ്ങനെ ആയിരിക്കണം? ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് സംസാരിച്ച് ഈ പോഡ്കാസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ഈ പോഡ്കാസ്റ്റ് സീരീസ് തുടങ്ങുന്ന സമയം മുതൽ പറയുന്നത് കഥകളെക്കുറിച്ചാണ്. ഇവിടെയും നമുക്കൊരു കഥയുണ്ട് നമ്മുടെ മുന്നിൽ, നമ്മുടെ കൊളംബസിൻ്റെ കഥ. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കൊളംബസ്, അദ്ദേഹം അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസാണ്. കൊളംബസിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വിഷണറി എൻ്റർപ്രണറാണ് എന്ന് നമുക്ക് പറയാം. എങ്ങനെയാണെന്നല്ലേ, കുറച്ച് മുമ്പ് ഉണ്ടായിരുന്ന ജെയിൻ സാറിൻ്റെ എപ്പിസോഡ് എല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അതിൽ ജെയിൻ സാർ പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും മിടുക്കനായ ഒരു എൻ്റർപ്രണർ എന്ന് പറയുന്നത് ഒരു സിനിമാ സംവിധായകനാണ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ശരിക്കും ബാക്കി എല്ലാ ബിസിനസ്സുകളിലും അവിടെ നമുക്ക് കാണിക്കാനായിട്ട് ഒരു പ്രൊഡക്റ്റോ സർവീസോ എന്തെങ്കിലും ഉണ്ട്. ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിലുള്ളത് ഒരു കഥ മാത്രമാണ്. അത് ശരിയോ തെറ്റോ എന്ന് അയാൾക്കും അറിയില്ല, ഈ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്കും അറിയില്ല. പക്ഷേ ഈ ഡയറക്ടർ എന്ന് പറയുന്ന ആൾ ഈ കഥ വളരെ മനോഹരമായി ഈ ഇൻവെസ്റ്ററായിട്ടുള്ള പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്ത് ഒരു ടീം സെറ്റ് ചെയ്ത്
ഏറ്റവും കുറഞ്ഞത് 100 പേരടങ്ങുന്ന ഒരു ടീമിനെ സെറ്റ് ചെയ്ത് അത് 1-2 വർഷം കൊണ്ട് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ തീർത്ത് അതിൻ്റെ ലാഭമോ നഷ്ടമോ എന്നുള്ള കാര്യം 2-3 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ആശയമാണ് സിനിമയുടെ സംവിധായകൻ ഒരു എൻ്റർപ്രണർ ആവുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സിനിമാ സംവിധായകനാണ് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സക്സസ് ഓർ ഫെയിൽ എന്ന് കാര്യം തീരുമാനിക്കാൻ കഴിയുന്ന എൻ്റർപ്രണർ. മറ്റ് ഏത് ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചോളം, ഒരു ബിസിനസ് സംബന്ധിച്ചോളം നമ്മുടെ മുന്നിൽ കാണിക്കാനായി കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ബിസിനസ് അല്ലെങ്കിൽ സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ്മാനാണ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് സീരീസിൻ്റെ ആദ്യം പോലെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് കഥ എങ്ങനെ പൈസ ഉണ്ടാക്കും, കഥ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, കഥ എങ്ങനെയാണ് ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ ഭാഗമായി മാറുന്നത്. അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞു. ആ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് കൊളംബസിൻ്റെ കാര്യത്തിലേക്കാണ് നമ്മൾ വന്നത്. കൊളംബസ് രാജാവിൻ്റെ അടുത്ത് പോയി ഈ കാര്യം പറയുന്നു, എനിക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഗോൾഡിൻ്റെ സ്പൈസസിൻ്റെ ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ രാജാവും പരിവാരങ്ങളും ചോദിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് പസഫിക് ഓഷൻ വഴി പോയി കഴിഞ്ഞാൽ 750 ആ ഒരു ദൂരം, ഒരു ദൂരം, അത് കഴിഞ്ഞാൽ ഭൂമിയില്ല. ഭൂമി പരന്നതാണ്, അവിടെ വെച്ച് ഭൂമി അവസാനിക്കും. പിന്നെ നീ ഈ റൂട്ടിൽ പോയാൽ എങ്ങനെയാണ് ഈ ഇന്ത്യ കണ്ടെത്തുന്നത്? അതായത് സ്വർണവും സ്പൈസസും കൊണ്ട് നിറഞ്ഞ ആ പാരഡൈസ് നീ എങ്ങനെ കണ്ടെത്തും? രാജകൊട്ടാരത്തിൽ മുഴുവൻ ചിരി വിടരുമ്പോൾ ഒന്നും പറയാതെ കൊളംബസ് അവിടുന്ന് പുറത്തുപോയി. പക്ഷേ അതിൽ കച്ചവട കണ്ണുണ്ടായിരുന്ന ഒരു ബാങ്കർ ഉണ്ടായിരുന്നു കൊട്ടാരത്തിൽ. അദ്ദേഹം കൊളംബസിനെ വിളിച്ചിട്ട് പറയുന്നു, നിനക്ക് ഉള്ള പൈസ ഞാൻ തരാം, പക്ഷേ നീ ഗോൾഡ് സ്പൈസസ് ഒക്കെ എത്തിക്കണം. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം കൊളംബസ് മരിക്കുന്നതോ കൊളംബസിൻ്റെ ടീം മരിക്കുന്നതോ ഭൂമിക്ക് അറ്റമുണ്ടോ, ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്നൊന്നും അറിയേണ്ട ആവശ്യം ഒരു ബാങ്കറെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അയാൾ കൊളംബസിനെ രാജ്ഞിയെ പരിചയപ്പെടുത്തുകയും അങ്ങനെ രാജ്ഞിയും ഈ പറയപ്പെടുന്ന ബാങ്കറും ചേർന്നിട്ട് ഇയാളോട് പറയുന്നു, നീ ഈ പറയപ്പെടുന്ന സ്വർണവും സ്പൈസസും ഉള്ള ആ ഐലൻഡ് അല്ലെങ്കിൽ ആ രാജ്യം, ആ ടെറിട്ടറി കണ്ടെത്തും, നിനക്ക് എത്ര രൂപ വേണം? അതുവരെ നടന്നത് ബിസിനസ്. പക്ഷേ കൊളംബസ് പറയുന്നത്, എനിക്ക് ക്രിസ്തു മതം പ്രചരിപ്പിച്ചാൽ മതി, എനിക്കൊന്നും വേണ്ട, എനിക്കതിൻ്റെ പങ്ക് വേണ്ട, എനിക്ക് ഒരു സന്യാസിയായാൽ മതി എന്ന് പറയും. കൊളംബസ് അവിടുന്ന് പുറത്തിറക്കുന്ന സമയത്ത് രാജ്ഞി പൊട്ടിച്ചിരിക്കുകയാണ്, ഇവനെന്തൊരു ബണ്ടനാണെന്ന് വിചാരിച്ചിട്ട്. ശരിയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില മണ്ടത്തരങ്ങൾക്ക് ഇല്ല, നമ്മുടെ സലീമേട്ടൻ്റെ പടത്തിൽ പറയുന്നത് പോലെ ചിലപ്പോൾ ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്നൊരു ചോദ്യം വന്നാൽ അവിടെ വളരെ ബുദ്ധിമാനായിട്ടുള്ള, വളരെ കുറുക്കൻ കണ്ണുള്ള ഒരു ബാങ്കറായിരിക്കും നിങ്ങളെ സഹായിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സിസ്റ്റം, അതിനെ ക്ലിയർ ചെയ്യാം. രാജകൊട്ടാരത്തിൽ വെച്ചിട്ട് എല്ലാ മന്ത്രിമാരും രാജാവും ഒക്കെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന അസ്ട്രോളജേഴ്സ്, ഇവിടുത്തെ സയൻറ്റിസ്റ്റുകൾ എല്ലാവരും തെറ്റാണ് എന്നാണോ കൊളംബസ് നീ പറയുന്നത്? കൊളംബസിന് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം തലപോവും. അപ്പോൾ ഇതാണ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം. സിസ്റ്റം, തിയറി, ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ച് തെളിയിച്ച കാര്യം മാത്രമാണ്.
ആ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ടാണ് നമുക്ക് ബിസിനസ് ചെയ്യേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ള റവന്യൂ അല്ലെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങുകൾ ഒക്കെ ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മൾ പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് സിസ്റ്റം ആണ് എന്ന് പറയുന്നത്. അതുവരെ ആളുകൾ കണ്ടെത്തിയിട്ടുള്ള, ആളുകൾക്കറിയാവുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് കൃത്യമായിട്ട് ഇത്ര കാര്യങ്ങൾ, ഇത്ര സംഭവങ്ങൾ നടക്കും എന്ന് പ്രഡിക്റ്റബിളായി പറയുന്ന ഒരു സംഭവത്തെയാണ് തിയറി അല്ലെങ്കിൽ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ കൊളംബസിൻ്റെ കേസിൽ അങ്ങനെയല്ല. കാരണം കൊളംബസ് അസ്യൂം ചെയ്യുകയാണ് ഭൂമി ഇതുവരെയുള്ള സിസ്റ്റം മുഴുവൻ തെറ്റാണ്. കാരണം ഭൂമി പരന്നതല്ല, ഭൂമി ഉരുണ്ടതാണ് എന്ന കൺക്ലൂഷനിലാണ് കൊളംബസ് ഈ ദിശയിൽ പോയാൽ 750 ഈ പറയപ്പെടുന്ന മെട്രിക്സ് കഴിഞ്ഞിട്ട് അവിടെ ഭൂമിയുണ്ട്, എനിക്ക് അതുവഴി പോയി കഴിഞ്ഞാൽ കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ വരാം, ഭൂമി അവസാനിക്കുന്നില്ല, ഞാൻ മരിക്കില്ല എന്നുള്ളത് കൊളംബസിൻ്റെ മനസ്സിൽ മാത്രമുള്ള ഒരു ഐഡിയയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷനോ ആണ്. ഈ പറഞ്ഞ കഥയിൽ ഈ ട്രഷർ ഐലൻഡ്, അതായത് ഗോൾഡും സ്പൈസസും നിറഞ്ഞ ആ ഐലൻഡിലേക്ക് പോകാനായി കൊളംബസിനെ സഹായിക്കുന്ന ഈ രാജ്ഞി ശരിക്കും വളരെ നല്ലൊരു ബിസിനസ്സുകാരിയാണ്. അതിൽ പൈസ മുടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തോട്ടിനെ ബിസിനസ്സാക്കി മാറ്റാൻ പറ്റും എന്ന് ചിന്തിച്ച ആ ബാങ്കറും എന്താണ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. കാരണം അത് മെഷറബിളാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസം കൂടെ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആ ബാങ്കർ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ടെറിട്ടറി, ഒരു ലാൻഡ് കണ്ടെത്തിയതിന് ശേഷം അവിടെ നിന്നും ഗോൾഡും സ്പൈസസും എത്തിക്കാം എന്ന് പറയുന്ന കൊളംബസിൻ്റെ ബാക്കി എല്ലാവർക്കും മണ്ടത്തരം എന്ന് തോന്നിയ ഒരു ഐഡിയയിലാണ് ഈ ബാങ്കർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ സാധാരണ, അതായത് കൺവെൻഷനലായിട്ടുള്ള ഒരു സിസ്റ്റവും അതിനപ്പുറത്തുള്ള ഒരു വിഷനും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു വെച്ചത് ഒരു സിസ്റ്റം. അപ്പോൾ നമുക്ക് ഈ 750 എന്ന് പറയുന്ന ആ കണക്ക് വരെ അന്നുണ്ടായിരുന്ന തിയറികളും അപ്പോൾ രാജാവ് ചോദിക്കുന്നുണ്ടല്ലോ, ഈ പറയപ്പെടുന്ന അസ്ട്രോളജേഴ്സ്, ഈ ഗുരുക്കന്മാർ ഇവരെല്ലാം പറയുന്നത് തെറ്റാണോ? തെറ്റാണെന്ന് കൊളംബസ് തെളിയിച്ചില്ലേ? കൊളംബസ് യാത്ര തുടങ്ങുമ്പോൾ ഒരാൾക്ക് പോലും, കൊളംബസിൻ്റെ കപ്പലിലുള്ള ഒരാൾക്ക് പോലും അറിയില്ല ഇയാൾ ഇന്ത്യ തേടിയാണ് പോകുന്നത്. ഓരോ മൈൽ സ്റ്റോണുകളും, അതായത് നമ്മുടെ കപ്പലിൽ പോകുന്ന സമയത്ത് ഓരോരോ എത്ര സമയം കഴിയുമ്പോൾ ഇത് ഓരോ അളവുകൾ ഇടുമല്ലോ, അങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞ് 750 കഴിയുമ്പോഴാണ് കപ്പലിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നത് ഇവൻ നമ്മളെ കൊല്ലാൻ കൊണ്ടുപോവാണ്, നമ്മളെല്ലാവരും മരിക്കും. അത് തന്നെയുമല്ല, കടൽ ക്രോസ് ചെയ്യാൻ പാടില്ല, ദൈവകോപം ഉണ്ടാവും, നമ്മളെല്ലാവരും മരിച്ചു പോവും, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഇരയാവും, അഗ്നിക്കിരയാവും. പ്രശ്നമാണ്. പക്ഷേ കൊളംബസ് തൻ്റെ ആ ഒരു വിഷൻ വിട്ടില്ല, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അതായത് ദൈവത്തിൻ്റെ ആളുകളും രാജാവും എല്ലാവരും അന്നത്തെ മുഴുവൻ സിസ്റ്റവും കൊളംബസ് തെറ്റാണെന്ന് പറഞ്ഞെടുത്ത് കൊളംബസ് യാത്ര തുടർന്നു. അങ്ങനെ 1 മാസം കഴിയുമ്പോൾ കൊളംബസിനെ ഒരു കൊതുക് കടിക്കുന്നുണ്ട്, ചെറിയൊരു കൊതുക്. അവിടെ കൊളംബസ് റിയലൈസ് ചെയ്തു ദർ ഇസ് ലാൻഡ്. അവിടെ വലിയൊരു പാരഡൈസ് ഇങ്ങനെ കൊളംബസിൻ്റെ മുന്നിലേക്ക് റിവീൽ ചെയ്ത് വരികയാണ്. ഇവിടെയാണ് ഒരു ബിസിനസ് സിസ്റ്റവും ഒരു വിഷണറിയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിലവിലുള്ള സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് കൃത്യമായും ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇത്ര കാര്യങ്ങൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, അല്ലെങ്കിൽ ഇത്ര മണി കിട്ടും, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ടും ഒരു ബിസിനസ്സുകാരന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു ബാങ്കറും അറിയണം. പക്ഷേ കൂടുതൽ ബുദ്ധിമാനായ ഒരു ബാങ്കർ ചിന്തിക്കുന്നത് എന്താണ്? ദ അൺനോൺ ലാൻഡ്, അത് അൺനോൺ പാരഡൈസ്, അതവിടെ ഉണ്ട്.
എന്ന് വിശ്വസിക്കണം. ആ വിഷൻ, ആ വിശ്വാസം, അവിടെയാണ് ഒരു വിഷണറി ആയിട്ടുള്ള ഒരാളും ഒരു സാധാരണ ബിസിനസ്മാനും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നമ്മൾ ഈ പറഞ്ഞു വന്നത്. ഇപ്പോൾ നമുക്കൊരു സ്വർണ്ണക്കട തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കതിനറിയാം, ഇന്ന സ്റ്റാഫ് വേണം, ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വേണം, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ എലോൺ മസ്ക് ചൊവ്വയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എലോൺ മസ്കിന് അറിയത്തില്ല എങ്ങനെ പോകുമെന്ന്. ഈ അടുത്ത സമയത്ത് എലോൺ മസ്കിനോട് ഒരു ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഈ ചൊവ്വയിലൊക്കെ പോകണമെന്ന് പറഞ്ഞല്ല, നിങ്ങൾക്ക് ഈ റോക്കറ്റിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? അയാൾ പറഞ്ഞു എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വിഷണറി എൻ്റർപ്രണർക്ക് എത്രത്തോളം ഡ്രീം ചെയ്യാം, അല്ലെങ്കിൽ എത്രത്തോളം അയാളുടെ വിഷനെ കൊണ്ടുപോകാം എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഈ പ്രപഞ്ചത്തോളം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനപ്പുറം എന്ന് തന്നെയാണ്. അതുതന്നെയാണ് നമ്മുടെ കൊളംബസും നമ്മുടെ എലോൺ മസ്കും ഒക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ മൈൽ സ്റ്റോണുകളിലൂടെ മാത്രം പോയിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം അനുശാസിക്കുന്ന ഒരു ബിസിനസ്സുകാരനായാൽ മതി. അതല്ല ചരിത്രത്തിൽ കൊളംബസിനെ പോലെ അല്ലെങ്കിൽ എലോൺ മസ്കിനെ പോലെ നമ്മുടെ പേര് എഴുതപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷണറി ആയിട്ടുള്ള ഒരു എൻ്റർപ്രണർ ആയേ പറ്റൂ. അപ്പോൾ ഇന്ന് ഇത്രയും കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലിട്ട് നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ നിങ്ങളായിരിക്കും നാളത്തെ കൊളംബസ്, അല്ലെങ്കിൽ നാളത്തെ എലോൺ മസ്ക്, ചിലപ്പോൾ ഞാനും ആവാം കേട്ടോ. എന്തായാലും ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്ത് ശ്രീനുല. BMW.